തനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് വെളിപ്പെടുത്തി ഗായിക ജോത്സന. ജീവിതത്തിൽ അതുവരെ സ്വയം ചോദിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം തന്നത് ആ ടെസ്റ്റ് റിസൾട്ട് ആയിരുന്നു എന്നും ഗായിക പറഞ്ഞു. ഓട്ടിസത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധമുണ്ടാക്കാനാണ് ഇത്തരമൊരു തുറന്നു പറച്ചിലിന് മുതിരുന്നതെന്നും ജോത്സന കൂട്ടിച്ചേർത്തു. ടെക്സ് എക്സ് ടോക്സിലാണ് ഗായിക നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എല്ലാത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് തോന്നുകയും അങ്ങനെ യുകെയിലേക്ക് പോവുകയും ചെയ്തുവെന്ന് ഗായിക പറഞ്ഞു. അവിടെ വെച്ച് ഒരു കോഴ്സ് പഠിക്കാൻ തുടങ്ങിയെന്നും അത് തന്നെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ മാനസികരോഗ വിദഗ്ധനെ കാണുകയായിരുന്നു എന്നും ജോത്സന പറഞ്ഞു. തുടർന്ന് നടത്തിയ പരിശോധനയാണ് ഓട്ടിസം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ഉറപ്പിക്കാനായി 3 തവണ പരിശോധന നടത്തിയെന്നും ഗായിക പറഞ്ഞു. ഹൈലി മാസ്കിംഗ് ഓട്ടിക്സ് ആസ് അഡൾട്ട് ആണ് ഞാൻ. എന്താണ് ഇവൾ പറയുന്നത്? കാണുമ്പോൾ ഓട്ടിസം ഉള്ളതുപോലെ തോന്നുന്നില്ലതോ എന്ന് നിങ്ങൾക്ക് പറയാം. അത് നിങ്ങൾക്ക് ഓട്ടിസത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓട്ടിഗ്നിക്സ് ആണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിസം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ഓട്ടിസം അല്ലെങ്കിൽ ന്യൂറോ ഡെറിവൻസ് എന്ന് പറയുന്ന വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഓട്ടിസം കണ്ടുപിടിച്ചപ്പോഴാണ് ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നത്. എൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാത്തിനോടും ഞാൻ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം വളരെ ആഴത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കാരണം മനസ്സിലായത് അപ്പോഴാണ്. ചുറ്റുമുള്ളതെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ട് എനിക്കെല്ലാം എളുപ്പത്തിൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ന്യൂറോട്ടിപ്പിക്കലുള്ള ആളുകൾക്ക് വേണ്ടി അവർ നിർമ്മിച്ച ലോകത്ത് ജീവിക്കുന്നതിന്റെ ഭാഗമായി എന്നെ മാസ്ക് ചെയ്യാനുള്ള നിരന്തരമായ ശ്രമങ്ങളായിരുന്നു എല്ലാത്തിനും കാരണം. ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത്. എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ ഇപ്പോഴും സ്വയം ചോദിക്കുന്ന നിരവധി പേർ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. മാറ്റം അടിത്തട്ടിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും വേണം അത് ആരംഭിക്കാൻ. ഓട്ടിസം കണ്ടുപിടിക്കാനുള്ള ടൂളുകൾ നമുക്ക് ആവശ്യമാണ്. കാരണം അവർക്ക് വേണ്ടി നിർമ്മിക്കാത്ത ഒരു ലോകത്താണ് അവർ ജീവിക്കാൻ നിർബന്ധരാകുന്നത്. അവരുടെ കഷ്ടപ്പാടുകൾ പുറത്തു കാണാൻ കഴിയുന്നില്ലെന്ന അവസ്ഥ കൂടുതൽ മോശമാക്കുന്നതെന്നും ജോത്സന പറഞ്ഞു.